പണ്ട് തൊട്ടേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മഹാപ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് കല്യാണാലോചന. കണ്ണാടിപ്പറമ്പിലെ ഒരു കൂട്ടം യുവാക്കൾ പറഞ്ഞു വെക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. അതായത് ഉദ്ദേശിക്കുന്നത് കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന കൊച്ചു സിനിമയിലെ വലിയ വിശേഷങ്ങളിലേക്കാണ്. സിജിന്, ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന് പറയുന്ന സിനിമ ഇത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ചെയ്യുമ്പോൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. അതായത് നല്ലൊരു സിനിമ ചെയ്യണം, നമ്മുടെ സിനിമ എല്ലാവരും കാണണം, വിജയിക്കണം, അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങിയത്. ഇതിൻ്റെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കഥ, ജസ്റ്റ് ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ജിതിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിങ്ങനൊരു കഥയുണ്ട്, നമുക്ക് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ കഥ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫസ്റ്റ് നിങ്ങൾ സ്വയം തോന്നിയതാണോ അതോ മറ്റേതെങ്കിലും ഒരു സപ്പോർട്ട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ? എനിക്ക് തോന്നി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കുറേ കഥകൾ എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഉദാഹരണത്തിന് പെണ്ണിട്ട ആൾക്കാരുടെ വിഷമങ്ങൾ, അതേസമയം തന്നെ പെണ്ണ് കഷ്ടപ്പെട്ട് പെണ്ണ് കിട്ടുമ്പോഴത്തേക്ക് അത് മുടക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ തോന്നിയതാണ്, ഒരു സാധനം ചെയ്യാം എന്ന് തോന്നിയതാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് പെണ്ണ് കാണുന്നു. ഇപ്പം പെണ്ണ് കെട്ടി, എനിക്ക് വന്നൊരു 5-6 വർഷമായിട്ട് പുള്ളി ഇങ്ങനെ പെണ്ണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവനെപ്പം വന്നിട്ട് ഒരുപാട് സങ്കടം പറയും. അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്കൊരു കഥയാക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണം മുടക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്, പക്ഷേ അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ബാബുവിനെ പോലത്തെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട്, ഭാഗമാണ് അത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ജിതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം അതാണ് വിചാരിച്ചത്, ഒരു 20 മിനിറ്റ് അതാണ് വിചാരിച്ചത്. അപ്പോൾ ജിതിൻ പിന്നെ അപ്പോൾ ഞാൻ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ജിതിൻ പറഞ്ഞു, ഇന്നലെ ലെങ്ത് ഉണ്ടല്ലോ, നമുക്ക് സിനിമ ആയിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ സിനിമ ആയിക്കൂടെ, കുറച്ച് റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സിനിമ ആയിക്കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളതിനെ OTT എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കഥ എഴുതി അത് പിന്നെ ഒരു സിനിമ ചെയ്തു. സിനിമ ആക്ച്വലി 2 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മളത് മാക്സിമം ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ ഒതുക്കിയത്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഏട്ടാ, ഈ ഗോവിന്ദനായരുടെ വീട് എവിടെയാ? ഏത് ഗോവിന്ദനായര്? ഇവിടെ ഈ ബസ്സും ബിൽഡിങ്ങിലുള്ള ഗോവിന്ദനായരല്ലേ? നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നത്? തോട്ടരേന്നാ, ഒരു പെണ്ണ് കാണാനാ. ഗോവിന്ദനായര മോളെയാ? അതെ. എന്തേ? അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? ഞാനിപ്പം പറഞ്ഞു മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ട. നിങ്ങൾ നേരെ പോവാ, അവിടെ ഒരു ഹോട്ടലാണ്. അവിടുന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിലെത്തും. ആടെ ആരോടെന്ന് ചോദിച്ചാ ഈ ഗോവിന്ദനായരെ പറ്റി നല്ല വിശദമായിട്ട് പറഞ്ഞു. അല്ല കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? അപ്പം ശശിയേട്ടാ, ഈ സിനിമ ശരിക്കും പ്രേക്ഷക ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 16 ലക്ഷത്തോളം പേര് കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഇതിവൃത്തം, അതിൻ്റെ അകത്ത് ഈ ഇതിവൃത്തത്തിലൂടെ നമ്മൾ അതിൻ്റെ കഥയുടെ മർമ്മസ്ഥാനത്തേക്ക് കിടക്കുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഒരു ശരിക്കും അഭിനയം ആയിരുന്നില്ല, അതൊരു ജീവിതം എന്നുള്ള രീതിയിൽ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് ആ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ അത് ശശിയേട്ടൻ ഏത് രീതിയിൽ ഉൾക്കൊണ്ടിട്ടാണ് അത് സിജിലിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്? അതെ, ഇതിപ്പം പിന്നെ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറും ഞാനും അതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരുന്നു, ഇവരുടെ കൂടെ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതം, നമ്മുടെ നാട്ടിലുള്ള നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ബാബുമാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ആളുകൾ പിന്നെ നമ്മുടെ സമൂഹത്തിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് നോക്കി പോയിട്ട് പെണ്ണ് കിട്ടാത്ത ആളുകൾ ഇന്നുമുണ്ട്. എൻ്റെ എല്ലാ അനുഭവത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവിടെ പിന്നെ ഇതിൻ്റെ ഇതിവൃത്തം ശരിക്കും എനിക്കിതിൽ സിനിമയിൽ പിന്നെ അഭിനയിക്കുമ്പോൾ തന്നെ വളരെ പിന്നെ ആകാംക്ഷയോടെ ഞാൻ ഈ സിനിമയെ കണ്ടത്. ഇത്തരം ഒരു വിജയം ഉണ്ടാകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മളിതിൻ്റെ പ്രിവ്യൂ കാണുമ്പം ശരിക്കും ഞെട്ടിപ്പോയത്. അത്രയും വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ആളുകളെല്ലാം വളരെ ഗംഭീരമായ അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ സിനിമ നമ്മളിപ്പോൾ എല്ലാ സിനിമകൾക്കും വിജയിക്കണം എന്നില്ല, ഫ്ലോപ്പായി പോകുന്ന സിനിമയും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഒരു വിജയമല്ലേ? തീർച്ചയായും നമ്മൾ പ്രതീക്ഷക്കും അപ്പുറം
അപ്പുറത്തേക്കുള്ളൊരു ഇതാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പറയുമ്പോൾ അത് സിനിമ അങ്ങനെ അത് ചെയ്തു അല്ലെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷേ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഉള്ള ഒരു പ്രൊഡക്ഷനാണ് അല്ലേ, ആ ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇത്. ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ഇത്രയധികം ഇത് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ അതിൻ്റെ അകത്ത് ജീവിക്കുകയായിരുന്നു, അല്ലാതെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അഭിനയിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല അത്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ അല്ല, അതിൻ്റെ അകത്ത് ഒരു കാര്യം, കല്യാണം മുടക്കറേ കല്യാണം മുടക്കാൻ പാടില്ല. ഈ സിനിമ പുറത്തിറങ്ങിയിട്ട് പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത്, നീ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, നീ ജീവിക്കന്നെയായിരുന്നു എന്ന് പറഞ്ഞു. ബാബുട്ടാ, ആ വിനോദിന്റെ കല്യാണം ഉറപ്പിച്ചെന്നാ കേട്ടെ, നിശ്ചയം അടുത്തിട്ടുണ്ടാവുന്നാ പറഞ്ഞേ. അതല്ലോളി, ഇതങ്ങനെ വിട്ടാ പറ്റുമോ? നമുക്കെന്തും ചെയ്യണ്ടേ? ഇക്കാര്യത്തിൽ നമ്മളൊന്നും ചെയ്യണ്ട, അതല്ല അതിന്റെ വൈക്ക് നടന്നു. അപ്പോൾ അത്രയും ആൾക്കാർ അത് നമ്മളെ ആ ഒരു ഇതിലേക്ക് കാണുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ആൾക്കാരിലൂടെ കാണുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വളരെ റോ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ നമുക്ക് പല സ്ഥലത്തും കാണാറുണ്ട്. ഇപ്പോൾ ബാബുവേട്ടൻ പല ആൾക്കാരുണ്ട്, അതുപോലെ ബാബുവേട്ടൻ്റെ ഒരു അനുയായി അല്ലെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടാകുന്ന എന്തിനും എല്ലാ വള്ളിക്കെട്ടും പിടിക്കുന്ന ഒരാൾ, ഒരു അത്യാവശ്യം സദാചാരവും ഇതൊക്കെ ആയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരാളായിട്ട് എന്നെയും ഉൾപ്പെടുത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ചേച്ചി, ഒരു കല്യാണ പെണ്ണിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എന്നെ മുരളിയേട്ടൻ ആദ്യമായിട്ട് വിളിച്ചായിരുന്നു, ഇവരിങ്ങനെ തീരുമാനം എടുത്തപ്പോൾ തന്നെ. അപ്പോൾ ഞാനൊരു ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും എനിക്ക് ഇതില്ല. വയ്യ ലാസ്റ്റ് മുരളിയേട്ടൻ പറഞ്ഞു, എന്നെ ഒരു ചെറിയ റോള് ചെയ്യാനുണ്ട്, നിനക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എന്നെ 3ാമതും വിളിച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ സിനിമേൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. ചെറിയൊരു റോളാണെങ്കിലും ഇത്രയും വിജയമായപ്പോൾ എനിക്ക് എന്താ പറയണ്ട, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായി പോയി. ഇന്ന ഇട കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയ ആദ്യത്തെ വെള്ളം നിങ്ങൾക്ക് തന്നെയാ. അത് നന്നായി. ഇതാണ് ചക്കൻ, പേര് വിനോദ്. ഒരു ബേക്കറി കട നടത്തുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, പിന്നെ ഒരു അനുജനുണ്ട്. ഓൻ പെയിന്റിന് പണിയാ. ഇക്കാണുന്നത് ഓൻ്റെ ചങ്ങായിയാ. പിന്നെ പെണ്ണിനും ചക്കനും എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവില്ലേ? നല്ല കൊള്ളല്ലേ. എന്താ പേര്? ഓളെ പേര് അശ്വതി എന്നാ മോനെ. ഏതൊരു പഠിച്ചു? ഓള് ഡിഗ്രി വരെ പഠിച്ചു. മോനെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടാ? ഇല്ല. എന്തായാലും ജിതിനും സിജിലും എല്ലാം നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്തു, ഈ നാട്ടുകാർ മൊത്തം ചേർത്ത്. അതുപോലെ തന്നെ കല്യാണം മുടക്കികൾ അങ്ങനെ എല്ലാം എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തതുകൊണ്ട് ജനങ്ങളത് ഏറ്റെടുത്തു. അത്രയും വലിയ വിജയമായി തീർക്കാൻ പറ്റിയ സന്തോഷം. ചേച്ചിക്ക് ഈ കല്യാണം മുടക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ഒരു ഉൾഭയം ഉണ്ടായിരുന്നില്ല? ചേച്ചിയുടെ മോള് ചാടി പോകുന്നുള്ള പേടിയുണ്ടായിരുന്നു? എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കല്യാണം മുടക്കൽ. പ്രത്യേകിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ വിചാരിച്ചാല് അവരെ വീട്ടിലിരുത്തുന്ന സ്വഭാവം പോലും ഉണ്ട്. കല്യാണം മുടക്കലുള്ള എല്ലാ നാടുകളിലും ഉണ്ട്, ഇവിടെ മാത്രമല്ല എല്ലാ നാടുകളിലും ഉണ്ട്. അതെ അതെ. ചേച്ചി, ഇവിടെ ജോലി സെന്ററിൽ പോയിട്ട് എന്ത് പറഞ്ഞു? ആൽമരം മുറിച്ചു മാറ്റാനാ പറഞ്ഞല്ലേ? ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. എന്താ? നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒരാൽമരം വേണല്ലോ. ഉണ്ട്. എന്നാ അതവിടെ പാടില്ല, മുറിച്ച് കളയണം. എന്നാ എല്ലാം ശരിയാകും. ഈ സിനിമയിൽ കോമഡി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പിന്നെയും എനിക്ക് ആ കോമഡി തോന്നിയിട്ടുള്ളത് ജോൽസിന്റെ അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ ജോൽസൻ ആൽമരം മുറിച്ച് മാറ്റണം എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ വേറൊന്ന്, ആ ജോൽസിന്റെ അടുക്ക നമ്മൾ പോയിട്ട് അവിടെ സോഫയിൽ ഇരിക്കുന്ന സമയത്താണ്
ഈ കൂടെ പോയ ആള് ജോത്സ്യന്റെ ഫോട്ടോ കാണുന്നത്. എന്നിട്ട് എനിക്ക് ഇവരെ അറിയാലോ എന്ന് പറയും. ആ ചോദ്യമൊക്കെ അത് ഏത് രീതിയിൽ ആ സ്ക്രിപ്റ്റ് ഒക്കെ വന്നത് അത് ഒരു ചെറിയൊരു ഷോട്ട് മാത്രമാണെങ്കിലും അത് ആ സിനിമക്ക് ഒരു നല്ലൊരു കോമഡി ആയിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭമല്ലേ അത്? അതെ 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 അതെ. അതായത് ഈ കള്ള ജ്യോത്സ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ജ്യോത്സ്യന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് പിന്നെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പം പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ ജോലിയെല്ലാം പോയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുറേ ദിവസങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് ഇവനെ ഭയങ്കര സംശയം, ഇങ്ങനെ ഭയങ്കര ആലോചന സംശയം. നേരെ ജ്യോത്സ്യനെ പോയി കണ്ടു. ജ്യോത്സ്യൻ്റെ പറഞ്ഞറിയാം ഇയാൾക്ക് വേറെ അവിഹിതമുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കാരണം കുടുംബം കളിക്കാൽ ഇവന് പിന്നെയും ഇവർ വന്നോണ്ടിക്കുള്ളൂ, പിന്നെയും പൈസ കിട്ടണമെങ്കിൽ അടവല്ലേ അത്. അപ്പോൾ അങ്ങനെയുള്ള ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഇത് ഈ രീതിയിലൊക്കെ ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാൻ എന്താ ഒരു പ്രചോദനം ഉണ്ടായത്? അതായത് നിങ്ങൾ അവിടെ കയറി ചെല്ലുന്നു, എന്നിട്ട് അതിനുശേഷം ഇത് കാണുന്നു, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, വേറൊരാൾക്ക് അത് പാസ് ചെയ്യുന്നു. അപ്പൊ അത് ആ രീതിയിലേക്ക് വരാനുള്ളൊരു അതൊരു ഐഡിയ വെച്ച് ആ സമയത്ത് ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തോന്നിയ കാര്യങ്ങളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് ആ ഒരു അപ്പം തോന്നുന്ന ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ അതൊക്കെ. ശശിയേട്ടാ, ഇതിൻ്റെ അകത്ത് ഇപ്പം അച്ഛൻ അപ്പൂപ്പനായിട്ടാണ് അഭിനയിച്ചത് തോന്നല്ലേ? അതിൻ്റെ അകത്ത് അപ്പം പറയുന്നത് ബാങ്കിൽ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് തരാം. അതൊക്കെ അതിൻ്റെയൊക്കെ എന്താണ് അത് അച്ഛൻ എങ്ങനെയാണ് അത് ഇത്ര കൂളായിട്ട് ചെയ്യാൻ പറ്റിയത്? പ്രത്യേകിച്ച് ഏജിലായ ഒരാള് സിനിമയിൽ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിനയത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ വരാത്തൊരാള് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ആ ഫീല് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അതിൻ്റെ പിന്നിലാരാ പ്രവർത്തിച്ചത്? പിന്നിൽ പ്രവർത്തിച്ചത് നായകൻ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മൂപ്പരനെ പറയും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഓൾറെഡി ഒരു സിനിമാ മോഹിയാണ്, സിനിമ പ്രേമിയാണ്, ഇഷ്ടംപോലെ സിനിമകൾ കാണുന്ന വ്യക്തിയാണ്. അതായത് പണ്ടത്തെ നമ്മളെ കുറിശി, ആ പഴയ കാലത്തെ സിനിമകൾ നസീർ, ആ സിനിമയിൽ കാണുമ്പോൾ ശരിക്കും അത് കുറെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ഈടെ ദുനിയാവിലെ ഒരു സ്നോട്ട്. അതും ഇതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു വൃദ്ധൻ്റെ റോളുണ്ട്. അപ്പോൾ അത് നമ്മൾ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ചെറിയ റോളാണ്, ഇവിടുന്ന് ഈ മുറ്റത്ത് തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് അച്ഛൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അതായത് ഡയറക്ടർ പറഞ്ഞതിനേക്കാളും നന്നായിട്ട് അച്ഛൻ പെർഫോം ചെയ്തു. അപ്പോൾ ഡയറക്ടർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാണ് പുള്ളിക്ക് ചെയ്യാൻ കഴിയും എന്നൊരു സംഭവം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ അച്ഛൻ പണ്ടത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ആൾ കുറച്ച് ആക്റ്റീവാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. സമൂഹമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകനും കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ശരിയാണ്. അപ്പോൾ തീർച്ചയായും പുള്ളിക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എനിക്ക് തോന്നിയത്. മോളിതാരോട് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇല്ല ചേച്ചി, വരുന്നേട്ടാ. നീ എന്താ ഇപ്പൊ വന്നത്? അല്ല ചാച്ചാ, അത് ഞാൻ വരാൻ പറഞ്ഞിട്ടാണ് ഗ്യാസിന്റെ പൈപ്പ് ശരിയാക്കിയിടാൻ. അപ്പം നിങ്ങൾ പറ, എങ്ങനെയാ സിനിമയുടെ ഒരു ചുറ്റുപാടൊന്ന് നമുക്ക് ശരിക്കൊന്ന് പറഞ്ഞു തരുന്നത്? സിനിമയുടെ ചുറ്റുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പഞ്ചിങ് സീനോ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ കണ്ടു മറന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ആണുങ്ങൾ പെണ്ണ് കിട്ടാതെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ പറയുന്നത് ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇതിൽ ഒരു സറ്റയർ രൂപേണ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിണറിൽ ചാടി മരിക്കാൻ പോകുന്ന ആൾ പോലും ഫോൺ വന്നപ്പോൾ പറയുന്നത് ഇല്ല നടക്കൂല, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ വേണ്ട. ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ അത്രയും സറ്റയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹലോ ഞാൻ നിങ്ങളെ മോളെ പെണ്ണാണ്ടി വിളിക്കുന്നതാണ്. എന്നാ പണി എന്നാണ്? പണി ബേക്കറി. ഇല്ല, ബേക്കറിക്കാരനെ അയക്കൂല. ഇല്ല, സർക്കാർ ജോലിക്കാരനെ അയക്കൂല. ശരി, മരിക്കട്ടെ, മൂട് കറഞ്ഞു. നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
പല സീനുകളും നമ്മളൊക്കെ അത്ര ഒരു വല്ല പരിചയമുള്ള ചുറ്റുപാടൊന്നുമില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 2 years ബിഫോർ ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ സീനുകൾ ഇങ്ങനെ പുള്ളി അത് പിന്നെ നമ്മുടെ ഡയറക്ടർ ജിതിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ വർക്കാവുമോ നമ്മളിങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ അത് ഒരു പ്രിവ്യൂ തിയേറ്ററിൽ ആൾക്കാരുടെ ഇടയിൽ കണ്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയ്യടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സീനുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മുടെ ബാബുവട്ടം ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീനൊക്കെ ഭയങ്കര കയ്യടി ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെയാണെന്നുള്ളതാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ നമ്മളൊക്കെ ഈ കാസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജിതിനാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ. അപ്പോൾ ബാക്കി ഡയറക്ടർ പറയട്ടെ, നമ്മളോട് തന്നെ. എങ്ങനെയാണ് സിനിമയുടെ ആ ഒരു ഡയറക്ഷൻ, അതുപോലെ ആ സിനിമക്കുണ്ടായ ഒരു ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഇതിവൃത്തത്തിൻ്റെ അകത്ത് നിന്ന് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ എങ്ങനെ സാധിച്ചു? ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ ചെറുപ്പം മുതലേ ഒരു സിനിമാ പ്രേമിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു മൂവി ഒരു സിനിമയിലെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിനിമയെങ്കിലും തല കാണിക്കുക, അങ്ങനെയുള്ള ആഗ്രഹത്തോടെ ഞാൻ ഏകദേശം +2 കഴിഞ്ഞപ്പോൾ ഈ മീഡിയ കോഴ്സ് പഠിക്കാൻ പോയി. സിനിമയെക്കുറിച്ച് ക്യാമറ എഡിറ്റിംഗ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം ഉള്ള ഒരു കോഴ്സ് പഠിച്ചു. ഇതെങ്ങനെയാണ് സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് ഇതിന് സോഴ്സ്, അതായത് എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാടില്ലായിരുന്നു. ഒന്നാമത് നമ്മൾ ചെറിയ മൊബൈൽ ഫോണിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കും. അന്ന് ഇതേപോലത്തെ റീല്, അതേപോലെ സോഷ്യൽ മീഡിയ ഒന്നും വലിയ ആക്റ്റീവായിട്ടില്ലാത്ത സമയമായിരുന്നു. ഏകദേശം ഒരു 10 വർഷം മുന്നേ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മൊബൈലിലൊക്കെ എടുക്കും. നമ്മളപ്പോൾ ആ സമയത്ത് എടുക്കുന്ന സാധനങ്ങളെല്ലാം നാട്ടിലുള്ള ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവർ വലിയ മൂവിയായിട്ട് ഇത് കമ്പയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറേ അവഗണന ആ ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. അങ്ങനെ ഏകദേശം നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിംസും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്ത് ഏകദേശം ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേയെല്ലാം ഹിറ്റായതുണ്ട്, കുറേയെല്ലാം ഫ്ലോപ്പ് ആയതും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാലഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. അങ്ങനെ ക്ലിക്കായി നിൽക്കുന്നത്. അങ്ങനെ ഞാൻ സിജിനായിട്ട് നമ്മൾ ഒരു നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലായിരുന്നു, മുന്നേ വലിയ പരിചയമില്ലായിരുന്നു നാട്ടിലാണെങ്കിലും. അങ്ങനെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമോ സോങ്ങായിട്ട് കണ്ടിട്ടാണ് സീനാട്ടൻ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 5 വർഷം മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ സീനാട്ടൻ ഈ സ്റ്റോറി എന്നോട് പറഞ്ഞു. പക്ഷേ സ്റ്റോറി അത്യാവശ്യം ഡെപ്തുള്ള ഒരു സ്റ്റോറി, നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ എന്തായാലും ഏകദേശം ഒരു 1 hour മുകളിൽ ആ സാധനം പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളൊരു ഫീച്ചർ ഫിലിം എന്നുള്ള ലെവലിൽ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ സീനാട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ടോക്ക് പോലെ നടന്നു. അങ്ങനെ ഞാനത് സീനാട്ടിൻ്റെ സ്റ്റോറിയാണ്, ഓരോ തന്നെ അത് എഴുതിയിട്ട് ഒന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ എഴുതി ഓരോ ഏകദേശം ഡയലോഗ്സും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഫൈനൽ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റായി വന്നപ്പോൾ കുറച്ച് ചെറിയ സംഭവങ്ങൾ അതിൽ നിങ്ങൾ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഓവറോൾ നമ്മൾ ആ ഒരു സിനിമേൻ്റെ ഒരു രൂപം, പിന്നെ ഈ മെയിനായിട്ട് വരുന്ന ആ ഗവൺമെൻറ് ജോബ്, ആ സംഭവങ്ങളൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിൽ വരുമ്പോൾ സമയത്ത് ആഡ് ചെയ്ത ഒരു സംഭവങ്ങളായിരുന്നു. അതായത് ഞാൻ അതിലൊരു ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി പറയുന്നത്. ആ സംഭവങ്ങളെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ആഡ് ചെയ്ത കുറച്ച് സംഭവങ്ങളാണ്. നിങ്ങൾ ആദ്യം ആ ഗൂഗിളിലെ പെണ്ണിനെ തന്നെ വിളി. ഹലോ, എൻ്റെ പേര് വിനോദ് എന്നാണേ. ഞാൻ നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരാൻ. ജോലി എനിക്കൊരു ബേക്കറി ഉണ്ട്, ഞാനൊരു ബേക്കറിക്കാരനാണ്. എൻ്റെ മോള് ഗൂഗിളിൽ വർക്ക് ചെയ്യാ. ഗവൺമെന്റ് ജോലി കുറഞ്ഞൊരാക്കൂ ഓളെ കൊടുക്കൂടെ? എന്തുപറ്റി? അയാൾക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന്. ഇതാ ഒരു ബേക്കറിക്കാരനാ മോള്. ഇനിയിപ്പോൾ ഗവൺമെന്റ് ജോബ് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം, വിളിച്ചോക്ക്. ഹലോ, എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഓക്കെ, എന്താ ജോലി? എനിക്കൊരു ബേക്കറി ഉണ്ട് നാട്ടിൽ. ഓ, അപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്താ വിദ്യാഭ്യാസ യോഗ്യത? ഞാൻ BCom വരെ പഠിച്ചു. എൻ്റെ മോളെ MCom ആണ്. മിനിമം MCom പാസ്സായവർക്കേ അയക്കുന്നുള്ളൂ. ഓക്കെ. എന്തുപറ്റി? അയാൾക്ക് MCom ആണെന്ന്. ഓ, അടുത്ത ആളെ വിളി, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വിളിച്ചോ. പിന്നെ ആ കിണറ്റത്തുള്ള സംഭവങ്ങളും അതേപോലത്തെ ചെറിയ സംഭവങ്ങളുടെ അങ്ങനെ സ്ക്രിപ്റ്റ് ഫൈനൽ വരുമ്പോൾ അങ്ങനെ. പിന്നെ നമ്മൾ എന്താണ് ഓവറോൾ പറയുന്നത്, ഈ സംഭവം ഭയങ്കരമായിട്ട് നാട്ടിൽ നടക്കുന്ന എന്താ വെച്ചാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
സാധനമാണ് ഇത്. എന്ന് വെച്ചാൽ എന്തായാലും ജീവിതത്തിൽ ഒരാൾ ഒരിക്കലെങ്കിലും പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഏതെങ്കിലും അപ്പോൾ ഒരുപാട് നമ്മുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഈ 25 to 35 ഏജിന് ഇടയിലുള്ള ആൾക്കാർ എന്തായാലും ഒരു പെണ്ണ് കാണലെങ്കിലും കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും മൂവി. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട് മുന്നേ എല്ലാം പോയപ്പോൾ. എൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു, പടം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അത് സൂപ്പറായി. നമ്മളെ പടത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ശരിക്കും വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വന്ന വഴികൾ. അങ്ങനെ നമ്മൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ടൈമായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ സിജനേട്ടൻ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അധികം ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്, നമ്മളൊരു വലിയ ഓഡീഷൻ വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി ഒരുപാട് മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓഡീഷൻ വേണോ വേണ്ടിയോ എന്നുള്ള ഒരു സംഭവം നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ പറഞ്ഞു ഓഡീഷൻ വേണ്ട എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെല്ലാം ഒരുപാട് ഓഡീഷൻസിന് പോയി നിരാശരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പോലും നിരാശരാക്കണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോട്ടോസ് അയച്ച് ആൾക്കാരെ വരുത്തിക്കാതെ തന്നെ നമ്മൾ ഏകദേശം നമ്മളെ ക്യാരക്ടറിന് മാച്ചായ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് പിന്നെ അങ്ങനെയാണ് നമ്മൾ ഏകദേശം പറ്റുന്ന ആൾക്കാരെ നോക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നാലും നമുക്ക് ചെറിയ ചെറിയ റോളുകളിൽ ചെറിയ ഡയലോഗുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മളെ അമ്മേൻ്റെ സീന കണ്ടുപിടിക്കാനായിരുന്നു. എന്ന് വെച്ചാൽ നായകനേക്കാളും പെർഫോമൻസ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാനുണ്ട്. അത്രയും ഭയങ്കരമായിട്ടുള്ള ആ റോള് നമ്മൾ വലിയ സ്റ്റാർസിനെ നമ്മൾ കുറേ ആൾക്കാർ അത്യാവശ്യം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒന്ന് റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മളെ അത്രയും ചെറിയ ബജറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ ബജറ്റ് കൊടുക്കാൻ തന്നെ നമ്മൾ ടോട്ടൽ ബജറ്റിനേക്കാളും പൈസ വേണ്ടി വരും. അങ്ങനെ നമ്മൾ പുതിയൊരാളെ കണ്ടെത്തുക എന്നുള്ള അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അവസാനമാണ് ആ ചേച്ചീൻ്റെ അടുത്തെത്തിയത്. ആ ചേച്ചി നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ആ ക്യാരക്ടേഴ്സും മറ്റു സംഭവങ്ങളെല്ലാം വന്നത്. ശ്രീദേവി ചേച്ചി 2 മുട്ടയുണ്ടോ എടുക്കാൻ? നീ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോ. കാലിന്റെ മുട്ടിന് നല്ല വേദനയാ മോളെ. ഇവനൊരു കല്യാണം കഴിച്ചു സമാധാനായിരുന്നു. എന്തായി കാണാൻ പോലുണ്ടോ? കാണാനെല്ലാം പോലുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഓൻ ഇഷ്ടാവുമ്പോ ജാതകം ശരിയാവൂല, ജാതകം ശരിയാവുമ്പോ ഓൻ ഇഷ്ടാവൂല. പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ പെമ്പിളർക്കെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ലേ വേണ്ടു. ഒക്കെ ശരിയാവും ശ്രീദേവി ചേച്ചി. വിനോട്ടിന് നല്ലൊരു പെണ്ണിനെ കിട്ടും. എടാ നീ ബാങ്കിൽ പോയി രാജാച്ചന്റെ പെൻഷൻ മേടിക്കണോ? നിങ്ങൾ ഏത് ലോകത്താ മനുഷ്യ? ഒന്ന് പെണ്ണാണോ പോണ്ടേ? ഞാനത് മറന്നുപോയി. അല്ല അതിൻ്റെ ഇടയ്ക്ക് നായകൻ പിന്നെ ലാസ്റ്റ് ടൈം അതിൻ്റെ ക്ലൈമാക്സ് ടൈം ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി. അല്ല അതിനകത്ത് നമ്മുടെ നായകന്റെ ഫ്രണ്ട് പറയുന്നുണ്ടല്ലോ, എന്ന് നീ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു അന്ന് നീ നന്നാവുള്ളൂ. അതാണ് അത് തന്നെയാണ് ഈ പടത്തിന്റെ മെസ്സേജ്. അതായത് നമ്മൾ ചെറുപ്പക്കാർ കൂടുതലും ഒന്നുകിൽ അച്ഛൻ മറന്നു കേട്ടിട്ട് അല്ലെങ്കിൽ അമ്മ മറന്നു കേട്ടിട്ട് ഇങ്ങനെ ജീവിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ആരായാലും സ്വന്തമായിട്ട് തീരുമാനം എടുത്താൽ മാത്രമേ അവർ രക്ഷപ്പെടുള്ളൂ. അതാണ് ഈ സിനിമയിലും പറയുന്നത്. വിനോദ് സ്വന്തമായിട്ട് തീരുമാനം എടുത്തു, അവനെ പെണ്ണും കൂടി അടിച്ചു മാറ്റി പോയി ബാംഗ്ലൂർ പോയി നല്ലൊരു ജോലി ചെയ്ത്. ശരിക്കും അടിച്ചു മാറ്റാനാണോ? അപ്പൊ അങ്ങനെ അതാണ് ആ പടത്തിന്റെ ഒരു മെസ്സേജ്. ക്ലൈമാക്സും കൂടി അതിൻ്റെ അകത്തേക്ക് വന്നു. അതാണ് ലാസ്റ്റ് ടൈം അതാണ് അതിന്റെ കാര്യം. ജോലിയും അതേപോലെ സംഭവങ്ങളും അല്ല, ഒരാളുടെ ക്യാരക്ടർ അയാളെ സ്വഭാവം വെച്ചിട്ടാണ് ശരിക്കും ഒരാളെ നമ്മളിപ്പം നമ്മളെ അധികം അത്രയധികം സ്നേഹിക്കുന്ന ഒരു മോളെ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ അയാളെ ജോലി നോക്കിയിട്ടല്ല അയക്കേണ്ടത്, അയാളെ സ്വഭാവം നോക്കിയിട്ട് അയക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ്. വേറെ ഒന്നും അല്ല, അയാളൊരു നല്ല ആളായിരിക്കണം എന്ന് നമ്മളൊരു എന്തായാലും ചിന്തിക്കേണ്ടത്. ഒരാളെ ജോലി ഒരിക്കലും ഇപ്പം ഏത് ജോലി ചെയ്യുന്നതിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഒരാളെ ക്യാരക്ടർ നോക്കിയിട്ടാണ് നമ്മൾ അയാൾ നല്ലതാണോ എന്ന് നോക്കിയിട്ട് അയാളുടെ കൂടെ നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ അവർ നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ്. അതേപോലെ കല്യാണം മുടക്കികൾ ഒരുപാടുണ്ടാവും, അതും നമ്മൾ ഒന്ന് മനസ്സിൽ കാണണം. ഡയറക്റ്റ് പറയാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കല്യാണം മുടക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ടാവും. അപ്പോൾ അതും എല്ലാം നമ്മൾ ഒരു ചെറിയൊരു അങ്ങനെയുള്ള ഒരു സംഭവമാണ് മെസ്സേജ്. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കല്യാണം കഴിക്കാത്ത 25 വയസ്സ് കഴിഞ്ഞ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാളും കൂടുതലുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആൺകുട്ടികളൊക്കെ കർണാടകയിലും പേട്ടയിലൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്നുമുണ്ട്. കുറേ കാലം കഴിഞ്ഞ് ഇവിടുത്തെ പെൺകുട്ടിക്കൊക്കെ ചെക്കന്മാരെ കിട്ടാണ്ടാവുമ്പോൾ ഈ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവും ഈ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ഒരു കാര്യമില്ല. ശരിയാണ്. ശരിക്കും പറഞ്ഞ ഒരു ചെക്കൻ്റെ സ്വഭാവമല്ലേ നോക്കേണ്ടത്? പിന്നെ അല്ലാണ്ട് ഒരു ചെക്കൻ്റെ ജോലി എങ്ങനെയാണ് സ്വഭാവം നിശ്ചയിക്കുന്നത്? കാലം മാറോടാ. ശരിയോ മുടക്കുന്നതിൻ്റെ അകത്ത് പിന്നെ ആ കടയുടെ കോലായിലൊരു ഇത് വെക്കുന്നില്ലേ, ആ ഫ്ലക്സ് വെക്കുന്ന ആ രംഗങ്ങളൊക്കെ എങ്ങനെയാ
അത് പിന്നെ ഇങ്ങനത്തെ ഫ്ലക്സ് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് നമ്മള് പിന്നെ പല നാട്ടിലുണ്ട് ഇങ്ങനത്തെ ഫ്ലക്സ് കൈ കിട്ടിയ ശരി. അത് നമ്മള് ഈ ഫ്ലക്സ് ഒറിജിനൽ നമ്മുടെ കമ്പിലോ മറ്റോ എവിടെ ഒരു സ്ഥലത്ത് വെച്ചെടുക്കുന്ന നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഒരു കോപ്പി നമ്മൾ എടുത്തിട്ട് ആ സെയിം ഫ്ലക്സ് തന്നെയാണ്. ഈ ഫ്ലക്സ് നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഓടി നടക്കുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ അതാണ് നമ്മളെ ഈ പടം ഇതിന്റെ റീൽസ് ഇത് മുഴുവൻ നടന്ന സംഭവങ്ങളല്ല, പക്ഷെ ഈ പടത്തിലെ ഓരോ ഇൻസിഡൻസും ഓരോ സംഭവങ്ങളും ഓരോ റിയൽ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ ചുരണ്ടെടുത്തിട്ടുള്ളതാണ്. കുറെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ. ഞാനിങ്ങനെ കരുതിയിരുന്നു ഇതെങ്ങനെയാ അതിന് മാത്രം ഒരു ഇത് വന്നതെന്ന് മനസ്സ് തോന്നിയിരുന്നു. അതെ അതെ, അത് ഇതന്നെയാണ് പരിപാടി. നമ്മളിങ്ങനെ ഫ്ലെക്സ് ഒക്കെ കണ്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ അതുപോലത്തെ ഫ്ലെക്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി അത് കൊണ്ടുപോയിട്ട് പ്രിന്റ് എടുത്തു. അപ്പോൾ പ്രിന്റ് എടുക്കാൻ പോകുന്ന സമയത്തും അവിടുന്ന് ആൾക്കാർ കണ്ടിട്ട് ഇത് എന്താണ് ഫ്ലെക്സ്, ഇങ്ങനത്തെ ഫ്ലെക്സ് ആരുടെ എല്ലാം വെക്കുന്നത്, അപ്പോൾ ഇവർക്ക് അറിയില്ലോ ഇത് പടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതാണ് എൻ്റെ കാര്യം. ഇതാണ് കറക്റ്റ് അല്ലേ? കുറച്ചും കൂടി അത് കിട്ടേ, അത് വൃത്തി കിട്ടില്ല, അത് അഴിഞ്ഞു. നോക്ക് ആ സൈഡ് ഞാൻ വിളിച്ചു പിടിച്ചേ. സൈഡ് പിടിക്കടാ, അല്ലാതെ താണുപോന്നാ ശരി. മതി ഓക്കെ, കറക്റ്റാ. ശരി. ഇതെന്താ ഒരു സംഭവം? നാട്ടിൽ കുറെ അലവലാദികൾ കല്യാണം മുടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെല്ലാം നമ്മളെ കൈമേലെ കിട്ടും. ഇവനൊക്കെ ആരാന്ന് ഇവനൊക്കെ വിചാരം? ഇവിടുത്തെ പോലീസ്. പിന്നെ ശരിക്കും നമ്മള് ഭാഷയൊക്കെ കണ്ണൂര് തന്നെ, കണ്ണൂർ ഒപ്പിയെടുത്ത കണ്ണൂർ ഒപ്പി. അത് പല സിനിമകളിലും കണ്ണൂർ ഭാഷയുണ്ട്. ഇപ്പം പിന്നെ ഇപ്പം ഇറങ്ങുന്ന വലിയ വലിയ സിനിമകളിൽ കണ്ണൂർ ഭാഷയുണ്ട്. പക്ഷെ അത് കറക്റ്റ് കണ്ണൂർ ഭാഷയല്ല. അത് കാരണം വെച്ചാൽ അവർ കണ്ണൂർ ഭാഷ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കുറെ ഓവർ ആക്കിയിട്ടാണ് അവർ കാണിക്കുന്നത്. നിങ്ങൾ കണ്ണൂരിൽ തന്നെ ആണല്ലോ. അതെ അതെ അതെ, അതുകൊണ്ട് നമുക്കത് കിട്ടും. പൊതുവെയുള്ള ഭാഷകൾ ശരിക്കും കുറച്ചുകൂടി ഓവർ ആക്കിയിട്ടാണ് അവർ കണ്ണൂർ ഭാഷ കാണിക്കുന്നത്. പക്ഷെ നമ്മളത് പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ അമ്മേൻ്റെ സ്ലാങ് അമ്മ അങ്ങനെ തന്നെയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ആ അമ്മേൻ്റെ ക്യാരക്ടറിനെ വേറെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് അമ്മേൻ്റെ ക്യാരക്ടർ. കറക്റ്റായിട്ട്. കാരണം വെച്ചാൽ പലരും പറഞ്ഞിട്ട് അമ്മ ഓവറാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കഥാപാത്രം ഓവറാണ്. ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഓവറാണ്, കുറച്ച് ഓവറായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പുള്ളിക്കാരിയും അങ്ങനെ ആ ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടർ ഓവറാണ്. അത് എനിക്ക് തോന്നി, അത് ആ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെ നാടൻ ഭാഷാ പ്രയോഗം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അതുപോലെ കണ്ണാടിപ്പുറം ഭാഷ വരുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല, നമുക്കത് കേൾക്കുമ്പോഴേ പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി അതിൻ്റെ അകത്തുണ്ടാവും. ഇപ്പോൾ കണ്ണാടിപ്പുറമ്പിൽ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഒരാൾ കണ്ടിട്ട് നീ എപ്പോഴാ വന്നേ വീട്ടിൽ ചോദ്യമുണ്ട്. അതുപോലെ തന്നെ അമ്മേന്റെയും നിങ്ങളെന്നാ പറയുന്നത് ചെക്കൻ പെണ്ണ് കാണാൻ പോട്ടെ, അത്ര എനിക്ക് പെണ്ണ് കാണണ്ടേ, അത് ചോദിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോൾ കുറച്ച് അതിലൊരു ലൈഫ്, ഒരു ജീവിതം കൊണ്ടുവന്ന് ആ ഒരു ലെവലിൽ തന്നെ. ഇപ്പം ഞാനിപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി ചെയ്യുന്നതാണെങ്കിലും അതൊരു നാടൻ, അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണെന്ന് നാട്ടുകാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഒരു ലൈവായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട്. ഇപ്പം ഞാനൊരു സൂപ്പർ ഹീറോ മൂവി അമേരിക്കയിൽ നടക്കുന്ന ഒരു പടം ആയിട്ട് മലയാളത്തിൽ ഇവിടെ ഒരു പടം എടുത്താൽ അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ മിന്നൽ മുരളിയൊക്കെ ക്ലിക്കാൻ്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് കൂടുതലായിട്ടും ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. ലൈവായിരുന്നു കൂടുതൽ. അതേപോലെ നമ്മുടെ പടവും കൂടുതൽ ലൈവാക്കാൻ വേണ്ടി നാട്ടിൽ തന്നെ നമ്മളെ റിയൽ ആയിട്ടുള്ള നമ്മുടെ അപ്പുറം ഇപ്പുറം കാണുന്ന ആൾക്കാരെ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ. അതുപോലെ തന്നെ ഈ പിന്നെ ജിതിൻ പറഞ്ഞ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. ഈ ക്യാരക്ടേഴ്സിനെ ഇപ്പം കാണുന്നവർക്ക് തോന്നും അതായത് ഇവൻ നമ്മളെ കൂടുതൽ എടുത്തിട്ടാണ്. അതായത് ഇപ്പം വിനോദിനെ കണ്ടിട്ട് പല ആൾക്കാരും പറഞ്ഞത് ഇത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയല്ലേ. അപ്പോൾ അത് ഈ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സമൂഹത്തിൽ ഒരാൾ തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാനും കണക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. അപ്പം ഞാൻ ആദ്യം ഈ വിനോദിനെ ഒന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കുറച്ചും കൂടി ഇൻട്രോവേർട്ടായിട്ട്, അതായത് ഈ മുടിയൊക്കെ ഇങ്ങനെ പറ്റിച്ച് വാരി അങ്ങനെ പിന്നെ മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒതുങ്ങിയ ഒരു വിനോദിനെ ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ പിന്നെ വിചാരിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ അത് നമുക്ക് സമൂഹത്തിൽ അധികം കാണാത്ത ആൾക്കാർ, അത് ഒരു പഴയതരം ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ടൈപ്പ് ഒരു പാവത്താനെ പിടിച്ചത്. ഇനിയൊരു നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്തെങ്കിലും? നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആലോചിക്കുന്നുണ്ട്, അത് മനസ്സിലുണ്ട്.
ഒന്നിക്കിൽ ഇതിന്റെ രണ്ടാം ഭാഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനവും ഞാൻ എന്തായാലും മനസ്സിലുണ്ട്. ഇതിന്റെ രണ്ടാം ഭാഗം വരുന്നെങ്കിൽ കുറച്ച് കോമഡി കൂടി അതെ, കോമഡി കൂടി അതെ അതെ രണ്ടാം ഭാഗത്തിന് സാധ്യതയുണ്ട്. രണ്ടാം ഭാഗത്തിന് സാധ്യത വെച്ചിട്ട് തന്നെയാണ് അത് ഈ പടത്തിന്റെ കംപ്ലീറ്റ് എൻഡ് ആയി. അതായത് കണ്ണടിപുരം കല്യാണാചാര്യന്റെ കംപ്ലീറ്റ് എൻഡ് ആയി. പക്ഷെ എന്നാലും പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തുടങ്ങാനുള്ള കാര്യങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പൊ എന്തായാലും അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ രണ്ടാം നോക്കാം. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ പടം നമുക്ക് എനിക്ക് തോന്നുന്നു ശരിക്കും നമുക്ക് ഒരു ഈ ഓണത്തിനുള്ള ഒരു സമ്മാനമായിട്ട് പ്രേക്ഷക മനസ്സിനുള്ള ഒരു സമ്മാനമായിട്ട് കൊടുക്കാം നമുക്ക്. അല്ലേ? തീർച്ചയായും. ഇതാണ് ചക്കൻ, ഇതമ്മ. ബാക്കി ഞാൻ പറയാം. നമ്മൾ കണ്ണടപ്പുറമ്പ് വരുന്ന ഈ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കല്യാണാലോചനക്കാം. ഇതാ ചക്കൻ, പേര് വിനോദ്. എന്റെ മകനാ. ഇവ കണ്ണാടപ്പുറമ്പ് തന്നെ ഒരു ബേക്കറി നടത്തുക. ഇതവന്റെ അമ്മ ശ്രീദേവി, അത് അനുജത്തി വനജ. പിന്നെ എനിക്ക് കൃഷിയാണ് പണി. എൻ്റെ ഒരു ഇളയ മകനുണ്ട്, ഓന് പെയിന്റിന്റെ പണിയാ. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം. ഇനി നിങ്ങളെ കാര്യം പറഞ്ഞാട്ടെ. ഞാൻ പെണ്ണിന്റെ അച്ഛൻ പ്രഭാകരൻ, കല്ലിന്റെ പണിയാ. എൻ്റെ മൂത്ത മോനാ ആനന്ദ്, ഇവന് കിണറ്റിന്റെ പണിയാ. ഇതെന്റെ ഭാര്യ സാവിത്രി, വീട്ടമ്മയാ. എൻ്റെ മോൾ അശ്വതി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്നാ മോളെ വിളിക്കട്ടെ? ശരി. ഇതിൻ്റെ അകത്തുള്ള ഗാനങ്ങൾ രചിച്ചതാരാണ്, ഈണം പകർന്നതാരാണ്, എങ്ങനെയാണ് അതിൻ്റെ? നമ്മളെ പടത്തിൽ 3 സോങ്ങാണുള്ളത്. അതിൽ പിന്നെ സോങ് പാടിയിരിക്കുന്നതെല്ലാം ഗോകുൽനാഥ് എസ് കാഞ്ഞങ്ങാട് എന്ന് പറയാം. കാഞ്ഞങ്ങാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത്യാവശ്യം എല്ലാം മൂവിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പടങ്ങൾ, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, അങ്ങനത്തെ ഗായകനാണ്. പുള്ളിക്കാരൻ നല്ല സിംഗറാണ്, എനിക്കറിയായിരുന്നു. എൻ്റെ തന്നെ ഒരു മുന്നേത്തെ ഷോർട്ട് ഫിലിമിൽ ഇതേപോലെ ഞാൻ മുന്നേ കുറച്ച് ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെ തന്നെയാണ് ഞാൻ, അതായത് നമ്മുടെ ടീമിനെ തന്നെ ആണ് നമ്മൾ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചത്. അതായത് ഏകദേശം ഞാൻ 3 ആൽബം ചെയ്തതിൽ 3 പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അതായത് 3 പാട്ടും ചെയ്തത് 3 ടീമാണ്. പാടിയതെല്ലാം ഒരാളാണ്. പിന്നെ പാലക്കാടുള്ള ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇതിൽ പിന്നെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിറിക്സ് സോനു എന്ന് പറഞ്ഞ പാലക്കാടുള്ള തന്നെ. അങ്ങനെ പിന്നെ അതിൻ്റെ ഈ നമ്മുടെ ഇക്ബാൽക്ക, നമ്മുടെ കണ്ണൂരുള്ള ഒരു അത്യാവശ്യം ഓർക്കസ്ട്ര ചെയ്ത പുള്ളിക്കാരൻ അത്യാവശ്യം പണ്ടത്തെ ആൽബം സോങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ സോങ്ങിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഓർക്കസ്ട്ര. പിന്നെ നമ്മുടെ സൗവർണിക സ്റ്റുഡിയോ, അതുപോലെ നമ്മൾ ഡബ്ബിങ് ചെയ്തിരിക്കുന്ന ആർമീഡിയ കണ്ണൂർ, എല്ലാം കണ്ണൂർ തന്നെ കൂടുതലും. അതേപോലെ കണ്ണൂർക്കാർ ആണ് ഇതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ കുറച്ച് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുന്ന പുറത്തുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണിത്. കണ്ണാടിപ്പറമ്പിലെ കല്യാണ നാളുകൾക്ക് ചിന്താമരച്ചേരുള്ളൊരു പെണ്ണു വേണം. കണ്ണിൽ കരിമഷിയും നെയ്യിൽ വെൺപുടവയും ചുണ്ടിൽ ചിരിയേകുന്നൊരു പെണ്ണു വേണം. ഓട്ടം ബഹുദൂരം പാഞ്ഞോട്ടം പല നാളിൽ ഈ പെണ്ണൊന്നും ചേരാതെന്റെ മണ്ണിനുടയോനെ. ഓട്ടം ബഹുദൂരം പാഞ്ഞോട്ടം പല നാളിൽ ഈ പെണ്ണൊന്നും ചേരാതെന്റെ മണ്ണിനുടയോനെ. നേട്ടം വലുതല്ലേ ഒരു കോട്ടം വലുതല്ലോ, ഇനി എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കും. നമുക്കിപ്പം സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ടൈമുള്ള നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈമുള്ള സിനിമയാണെങ്കിൽ പോലും ക്യാമറമാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ അതെ, നമ്മുടെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് തരുൺ സുധാകരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല, ലേറ്റ് ആയിപ്പോയി. അപ്പോൾ തരുൺ സുധാകരൻ ആണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. തരുണാട്ടിനെ പറഞ്ഞാൽ എനിക്ക് മുന്നേ പരിചയം. ഞാൻ എഡിറ്ററാണ്, ഈ പടം ഞാൻ എഡിറ്റ് ചെയ്തതാണ്. പുള്ളിക്കാരൻ ഇവിടെ തന്നെ കൂത്തുപറമ്പ് അങ്ങോട്ട് കണ്ണവ. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക്, ഞാൻ എഡിറ്ററാണ്. അപ്പോൾ വെഡിങ് ഫീൽഡിൽ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം നമ്മൾ പിന്നെ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക്, അപ്പോൾ ആ സമയം മുതലേ അദ്ദേഹം കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്യാമറ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉടുമ്പ് എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് അവർ ചെയ്തിരുന്ന നല്ല ക്യാമറ വർക്ക് ആയിരുന്നു. അങ്ങനെ ഞാൻ സിജനാട്ടൻ എന്നോട് ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തരുണാട്ടിനെ സജസ്റ്റ് ചെയ്യായിരുന്നു. തരുണാട്ടിനെ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു. നമ്മൾ തമ്മിൽ ഇരുന്നിട്ട് ഒക്കെയാണ് ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്നുള്ള പേര് ഇട്ടതും. അതേപോലെ നമ്മൾ ബാക്കി സംഭവങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തതും, എങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ് ഒക്കെ. അപ്പോൾ
നമ്മൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ലൈറ്റ് യൂണിറ്റ് ഇതിന് യൂസ് ചെയ്തില്ല, നമ്മൾ തന്നെ ഒരു ലൈറ്റ് യൂണിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് എല്ലാത്തിനും കൂടി എന്താ വെച്ചാൽ നമുക്കൊരു ലൈറ്റ് യൂണിറ്റ് കുടിക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് ആവും, നമ്മളെ പടത്തിൻ്റെ എമൗണ്ട് ഒരുപാട് ബിഗിലേക്ക് പോകും. അപ്പോൾ നമ്മൾ തന്നെ ഒരു ലൈറ്റ്, നമുക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ നമ്മൾ തന്നെ കുറച്ച് ലൈറ്റുകൾ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്, തീരെ നമ്മുടെ കയ്യിലില്ലാത്ത. അതുപോലെ കുറച്ച് ലൈറ്റ് യൂണിറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ മിറർലെസ് ക്യാമറയിൽ ആണ് ഇത് ഷൂട്ട് ചെയ്തത്. വലിയ കൂടുതൽ വൈഡായിട്ട് പോകാതെ ഈ ഗ്രാമത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള ഒരു ഇതല്ലേ? അതെ അതെ, മെയിൻ ലൊക്കേഷൻ ഇവിടെയായിരുന്നു. പക്ഷേ കണ്ണൂർ ഏരിയ മൊത്തം നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ സോങ്ങിലും ഇതിലും എല്ലാം ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൂട്ടിന് വേണ്ടി നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കരിങ്ങക്കുഴി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതേപോലെ വേശാല അങ്ങോട്ടൊക്കെ ആ ഏരിയയിൽ അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു ഏരിയ തന്നെ വരുന്ന രീതിയിൽ തന്നെ അല്ലേ? അതെ അതെ അതെ. എന്തായാലും ഇനി നമുക്ക് അച്ഛൻ എന്തൊക്കെ പറയാനല്ലേ? സിനിമ ഞാനും ചെറിയൊരു ഷോട്ടുണ്ട്. അതെ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, കണ്ടതിൽ പറഞ്ഞു മാഷും ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മോനെ വിനോദേ, ഞാൻ അവിടെ ഒരു ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഡേറ്റ് ഇട്ടിട്ടില്ല. നീ ഡേറ്റ് ഇട്ടിട്ട് നാളെയോ മറ്റോ വായിക്കോ. ഞാൻ പറഞ്ഞു എന്നെ പറ്റിയല്ല പറഞ്ഞത്, സിനിമയെ പറ്റി പറയാമെന്ന് പറഞ്ഞു. മോശമല്ല, എന്നാലും ഒരു 200 അല്ല 1,00,000 ആൾ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കതൊന്നല്ല പറയാനുള്ളത്. എനിക്ക് ഒരു സാഹിത്യകാരൻ പ്രസംഗിച്ച ഒരു ഓർമ്മ വരുന്നു. അതായത് അഗാധമായ കടലിൻ്റെ ഉള്ളിൽ, അല്ല സമുദ്രത്തിൻ്റെ അടിയിൽ, അഗാധമായ സമുദ്രത്തിൻ്റെ അടിയിലാണ് ഒരു വിലപിടിച്ച ധാരാളം വിലപിടിച്ച സാധനങ്ങൾ അവിടെ നിന്നി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിഭയങ്കരമായ കൊടും കാട്ടിൽ ആരും കാണാതെ നല്ല സുന്ദരവുമായ പുഷ്പങ്ങൾ അങ്ങനെ വിലസി നിൽക്കുന്നു. പക്ഷെ അതിൽ ആരും അവരെ നോക്കാൻ ആളില്ലാതെ അവരോട് അങ്ങനെ അടിഞ്ഞു തീരുന്നു. ഇതുപോലെ നമ്മുടെ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു സിനിമ അങ്ങനെ നാടകമോ എന്തെങ്കിലും അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുകയല്ലാതെ ആരും തന്നെ സഹായിക്കുന്നില്ല. അത് പാടില്ല. കഴിയുന്നതും ജനങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഉയർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമുദായം നന്നാവുള്ളൂ. അങ്ങനെ ചെയ്യണം എന്ന് അയാൾ പറഞ്ഞ വാക്കായത്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് പറയുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് ചെറിയൊരു റോള് എടുത്തത് ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാണ്. നമ്മൾ കുട്ടികൾ ഇതാണ് നാടകമാണ്. ഞാൻ ഒരു ചെറിയ കുട്ടി, എൻ്റെ പേര് ബാലകൃഷ്ണൻ. എനിക്കൊരു അമ്മാമനുണ്ട്. അമ്മാമൻ ധനികനാണ്, വിദ്യാഭ്യാസമില്ല, എന്നെ സ്കൂൾ പറഞ്ഞയക്കില്ല. അങ്ങനെ മാഷ് വരുന്നു. മാഷോട് പറയുന്നു കുട്ടീനെ അയക്കണം, അവനെ പഠിക്കണം എന്ന് പറയുന്നു. മാഷ് എന്നോട് ചോദിക്കുന്നു കുട്ടി വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരുന്നു. എൻ്റെ ഓർമ്മയായിട്ടില്ലൊക്കെ. അങ്ങനെ കാരണോറ് ഒരു വലിയ കടത്തപ്പെട്ടു. ഒരു പണം ഒരാൾക്ക് വായ്പ കൊടുത്തു. വായ്പയല്ല, എന്തോ ഒരു പ്രൊമോട്ട് എഴുതിയിട്ട് ഈ പ്രൊമോട്ട് തെറ്റാണ്. പക്ഷേ അയാൾ നോക്കുമ്പോൾ അന്നത്തെ പൈസ, ലക്ഷക്കണക്കിന് പൈസ നമ്മളെ കാരണവർക്ക് നഷ്ടപ്പെട്ട് അയാൾ മോഹത്തിലോട്ട് വീണപ്പോൾ പറഞ്ഞു എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യണം, ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ആർക്കും പറ്റാൻ പാടില്ല എന്ന്. അതെൻ്റെ ഓർമ്മയായത്. അങ്ങനെ ചില സിനിമയിൽ നാടകത്തിൽ ഞാൻ പിന്നെ ഡയറക്ടറായിട്ടുണ്ട് UP സ്കൂളിൽ 2-3 നാടകത്തിൽ. എനിക്കിത് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് വൈറാൻ കിട്ടുക, വൈറാണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനമില്ലാതെ അവരങ്ങനെ അടിഞ്ഞു പോകുന്നു. അത് നിരാശ എന്നവർക്ക്. ആ നിരാശ നിങ്ങളെപ്പോലുള്ളവർ സഹായിക്കണം എന്ന് അതാണ് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥിക്കാനുള്ളത്. ആയിക്കോട്ടെ. ചിലവരൊന്നുമില്ല. പിന്നെ എൻ്റെ മകൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എന്നെക്കാളും ആവേശം അവൻ്റെ അമ്മക്കായിരുന്നു. എൻ്റെ അമ്മയെ എണ്ണിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് എൻ്റെ ചിരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുമുണ്ട്. ഇവൻ ഒരഭിനയം നടത്തിയിട്ടില്ല, ഒരു ചെറിയ റോള് ഞാനും കണ്ടിന്. അത് നരൻ എന്ന സിനിമയിൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അവനൊരു ഭാവി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ പ്രോത്സാഹനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ആളെ പ്രോത്സാഹനം ഇല്ലെങ്കിൽ അതിനൊരു ഗുണമില്ല, അങ്ങനെ അടിഞ്ഞു പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടർ ശിവദാസ് മട്ടന്നൂരിൻ്റെ കൂടെ ചേച്ചി അഭിനയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഒരു തഴക്കവും പഴക്കവും വന്ന ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഭയം ഉണ്ടായിരുന്നോ അതോ ഒരു ത്രില്ലായിരുന്നോ? അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ റോള് ജോത്സ്യം എന്നുള്ളതും കൂടിയാണ്. അപ്പം ചേച്ചി അവിടെ കയറി പോകുന്ന അവരുടെ അത്രയും ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഷോട്ട്, അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചതാണ് ഇത്. അപ്പോൾ ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല, സിനിമ ഇങ്ങനെ കാണുന്നതെന്നല്ലാണ്ട് അഭിനയത്തിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സാറിന് മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ആ ഇതിൽ തന്നെ എല്ലാം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അത് സാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ? ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എൻ്റെ മോൻ ഡയറക്ടർ ജിതിനാണ്. അപ്പോൾ ജിതിൻ്റെ അമ്മ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അടിപൊളിയായല്ലോ എന്നാണ് പറഞ്ഞത്. അതെ, പ്രചോദനം. അതിനുശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് വൈറലായി, ഫസ്റ്റിൽ തന്നെ വൈറലായി. പിന്നെ ചെറുത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എനിക്ക് ആവേശം വന്നത്. ഇപ്പം ചെയ്യാനുള്ള ആവേശമുണ്ട്. ഓക്കെ. നമ്മൾ കൂടുതൽ ചർച്ച നടത്തി, സിനിമയെ പറ്റി കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു ഇടം നൽകി. എന്തായാലും ഈ ഓണത്തിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മൾ ഇതേമാതിരിയുള്ള ഏറ്റവും നല്ല എന്താ പറയുക, കേൾക്കാൻ സുഖമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ പുറത്തു വിടുന്നത്. എന്തായാലും ഇതിൽ പങ്കെടുത്ത നമുക്ക് വേണ്ടി സഹകരിച്ച നിങ്ങളോട്, അതായത് കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന ടീമിനോട് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. സിറ്റി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന ടീമിൻ്റെ ഓണാശംസകൾ. കണ്ണാടിപ്പറമ്പിലെ കല്യാണ നാളുകൾക്ക് ചിന്താമരച്ചേലുള്ളൊരു പെണ്ണു വേണം. കണ്ണിൽ കരിമഷിയും നെയ്യിൽ വെൺപുടവയും ചുണ്ടിൽ ചിരിയേകുന്നൊരു പെണ്ണു വേണം. ഓട്ടം ബഹുദൂരം പാഞ്ഞോട്ടം പല നാളിൽ ഈ പെണ്ണൊന്നും